ഈസി ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ടോയ്ലറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാണ്, ഈസി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കും. കാരണം 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് പോയാൽ ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റിനെ ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. ദ ടോയ്ലറ്റ്. സോ ഇതിൽ തീംസ് വരുന്നത് ആർട്ടിസ്റ്റിക് ആസ്പിറേഷൻസ്, അതായത് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ആഗ്രഹങ്ങൾ. ഒരു സിനിമ നടിയാവാനൊക്കെ ഇതിലെ കഥാപാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ നടിയല്ല, പിന്നെ ഡ്രാമയിൽ അഭിനയിക്കാൻ കേട്ടോ, നാടക നടിയാവാനൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതായത് ആക്ടിങ്ങിനോട് താല്പര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ എ റെസ്ട്രിക്റ്റീവ് സൊസൈറ്റി. ഇതിൻ്റെ മറ്റൊരു തീമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറയാം, ഫ്രീഡം, ഇതൊക്കെയാണ്. സോ ഇത് എഴുതിയിട്ടുള്ളത് ആളെ പേര് നോക്കൂ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് സിന മൊഹോൽപ്പെ എന്ന് വായിക്കാൻ തോന്നും. കുഴപ്പമില്ല, അങ്ങനെ വായിക്കാം. കാരണം നമുക്ക് ഈ സ്പെല്ലിങ് പഠിക്കാൻ അങ്ങനെ തന്നെ വായിക്കണം, സിന മൊഹോൽപ്പെ. പക്ഷേ ഇത് ഒരു ആഫ്രിക്കക്കാരിയാണ്. സോ ഇവരുടെ ഭാഷയിൽ ഈ പേര് കറക്റ്റ് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, സിന മൊഹോൽപ്പെ. കേട്ടോ, എങ്ങനെ വായിച്ചതെന്ന്? സിന മൊഹോൽപ്പെ. എന്താ അങ്ങനെ ഇപ്പോൾ എഴുതുക എന്നൊക്കെ നമുക്ക് എഴുതും അല്ലേ? എങ്ങനെ ഇപ്പോൾ ഇത് വായിക്കുക, എങ്ങനെ ഇപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ സംശയം നിങ്ങൾ ഈ പേര് ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് ഹൗ ടു പ്രൊനൗൺസ് അടിച്ചാൽ മതി, കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അത് കറക്റ്റ് ഉച്ചരിക്കണം. നിങ്ങൾ ആഫ്രിക്കൻ ഗോത്രങ്ങളുടെ ഒക്കെ സംസാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ക്ലിക്ക് ഓഫ് ദി ടങ് കേൾക്കാം, ശബ്ദം ഇങ്ങനെ ഇടയ്ക്ക് ശബ്ദം കേൾക്കും അല്ലേ? സോ ആ ഒരു സൗണ്ടാണ് ഇവിടെ വരുന്നത്. സീന എന്നുള്ളതല്ല അവരുടെ ലാംഗ്വേജ്, ഇത് വായിക്കുക എന്നാ മൊഹോൽപ്പെ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങനെ പറഞ്ഞ് പഠിക്കൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ തൽക്കാലം സീന മൊഹോൽപ്പെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം ഇതല്ല മറ്റേതാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ നമുക്ക് നേരെ കഥയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ കഥാപാത്രം നെറേറ്റർ അവളുടെ ചേച്ചിയുടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചി ഒരു സെർവൻ്റാണ്, അതായത് ഒരു എന്താ പറയുക, വെള്ളക്കാരുടെ വീട്ടിലെ ഒരു മാഡം. ആ മാഡത്തിൻ്റെ വീട്ടിൽ ആണ് ചേച്ചി. അവിടെ പിന്നെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ അവരുടെ കൂടെ, ഈ ചേച്ചിയുടെ കൂടെ ഒളിച്ചാണ് അനിത താമസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് വേറെ ആളവിടെ അഡ്മിറ്റ് ചെയ്യില്ല, ഈ വെള്ളക്കാർ. അപ്പോൾ പാത്തും പൊതുങ്ങിയും ഒളിച്ചൊക്കെ വേണം അവിടെ താമസിക്കാൻ. പിന്നെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവള് നെറേറ്റർ അങ്ങോട്ട് പോയതാണ്. പിന്നെ ഒരു ജോലിയൊക്കെ തരപ്പെടുത്തുന്നു. അപ്പോൾ അത് രാവിലെ എണീറ്റ് ഈ മാഡം കാണാതെ, വെള്ളക്കാരിയായിട്ടുള്ള മാഡം കാണാതെ വേണം പോകാൻ. അതുതന്നെ തിരികെ ഇങ്ങോട്ട് കയറുമ്പോഴും വെള്ളക്കാർ കാണാൻ പാടില്ല. പക്ഷെ ഒരിക്കലും മാഡം ഇവരെ കാണുന്നു. സോ എന്താണ് ശേഷം സംഭവിക്കുന്നതൊക്കെ കഥ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒട്ടും ലാഗില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Sometimes I wanted to give up and be a good girl who listened to her elders. Maybe I should have done something like teaching or nursing as my mother wished. അതായത് മൊഹോൽപ്പയോട് അവളുടെ വീട്ടുകാരൊക്കെ പറയുന്നത് ഒരു ടീച്ചറോ നേഴ്സോ ഒക്കെ ആവാനാണ്. അപ്പോൾ അത് കേട്ട് അവരെ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം നയിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് സംടൈംസ് ഐ വാണ്ടഡ് ടു ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് പലതവണ എക്സാമിൽ വന്നിട്ടുള്ളതാണ്. ഗിവ് അപ്പിന് അർത്ഥം ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്നാണ്. ഗിവ് അപ്പ് ആൻഡ് ബി എ ഗുഡ് ഗേൾ ഹു ലിസൺഡ് ടു ഹെർ എൽഡേഴ്സ്. മൂത്തവരെ പറഞ്ഞ അതുപോലെ കേട്ടടക്കുന്നൊരു നല്ല കുട്ടിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മേ ബി ഒരു പക്ഷേ ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് പോലെ, അല്ലെങ്കിൽ നേഴ്സിംഗ് പോലെ, എൻ്റെ അമ്മ വിഷ് ചെയ്ത പോലെ, അമ്മ ആഗ്രഹിച്ച പോലെ അങ്ങനെ ജോലി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കും, പക്ഷെ കഴിയുന്നില്ല എന്ന് പറഞ്ഞ്. പീപ്പിൾ തോട്ട് ദീസ് പ്രൊഫഷൻസ് വർ റെസ്പെക്റ്റബിൾ. അതായത് ടീച്ചിങ്ങും അതുപോലെ തന്നെ നേഴ്സിങ്ങും ഒക്കെ സമൂഹത്തിലെ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ജോലിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ബട്ട് ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ എനിക്ക് നെറേറ്റർ പറയാണ്, എനിക്ക് എൻ്റെ ആഗ്രഹം മറ്റൊന്നാണ്. ദോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്, എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷേ ഐ വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എനിക്ക് ടീച്ചർ ആവണമെന്നില്ല ആഗ്രഹമില്ല, നേഴ്സ് ആവണമെന്നില്ല, പക്ഷെ മറ്റെന്തെങ്കിലും ആവണം എന്നാണ് ആഗ്രഹം. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. അഭിനയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളേജ് ഐ ഹാഡ് അക്വയർഡ്. എൻ്റെ അമ്മ പറയും, എന്നെ പഠിപ്പിക്കാൻ വിട്ടതൊക്കെ വേസ്റ്റ് ഓഫ് മണിയാണ്, പണം കളഞ്ഞു കുളിച്ചു. എന്താ കാര്യം? ഞാൻ പഠിച്ച അറിവ് കൊണ്ട് എങ്ങനെ
ഞാൻ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ആക്ടിങ്ങിനോടാണ് താല്പര്യം ഒക്കെ വരുന്നത്. അക്വയർഡ് എന്ന് പറഞ്ഞാൽ കിട്ടിയത്. സോ ഞാൻ അക്വയർ ചെയ്ത നോളജിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാണ് മദർ പറഞ്ഞത്. I'd come to Johannesburg for the December holidays after writing my metric exams and then stayed on, hoping to find something to do. സോ ജോഹന്നസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. സോ ജോഹന്നസ്ബർഗിൽ മെട്രിക്കുലേഷന് ശേഷം ഞാൻ വന്നു. മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 10ാം ക്ലാസ് ആണ് അല്ലേ, സ്കൂളിങ് കഴിയുന്നത് 10ാം ക്ലാസ്സാണ്. സൗത്ത് ആഫ്രിക്കയിൽ പിന്നെ 12ാം ക്ലാസ്സാണ് മെട്രിക്കുലേഷൻ വരുന്നത്. സോ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട്, അത് +2, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ +2 അല്ലേ, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ എന്താണ് ഹോളിഡേയ്സിൽ ജോഹന്നസ്ബർഗിലേക്ക് വന്നു for the December holidays after writing my metric exams and then stayed on hoping to find something to do. എന്തെങ്കിലും ഒരു ജോലിയോ മറ്റോ കാര്യങ്ങളോ തരപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. ഇനി സെക്കൻഡ് പാരഗ്രാഫ്. മൈ എൽഡർ സിസ്റ്റർ വർക്ക്ഡ് ഇൻ ഓറഞ്ച് ഗ്രോവ്. ഓറഞ്ച് ഗ്രോവ് എന്ന് പറഞ്ഞാൽ ജോഹന്നസ്ബർഗിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം, സബർബ് ഓഫ് ജോഹന്നസ്ബർഗ്. സബർബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്ഥലം. സോ നമ്മൾ ടെക്സ്റ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഓറഞ്ച് ഗ്രോവ്. സോ ഓറഞ്ച് ഗ്രോവിൽ എൽഡർ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആരായിട്ട്? ആസ് എ ഡൊമസ്റ്റിക് വർക്ക്. ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടു ജോലിക്കാരിയായിട്ട്. ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹെർ ഇൻ ഹെർ ബാക്ക് റൂം. അങ്ങനെ അവളുടെ ബാക്ക് റൂമിൽ, അവൾക്ക് കിട്ടിയ റൂം ബാക്ക് റൂമാണ്. ബാക്ക് റൂം എന്ന് പറഞ്ഞാൽ എ റൂം അറ്റ് ദ റിയർ ഓഫ് എ ബിൽഡിംഗ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓർ ആസ് എൻ ഓഫീസ്. ബിൽഡിങ്ങിൻ്റെ പിറകുവശത്തുള്ള റൂമാണ്. അത് ഓഫീസായിട്ടും സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള സ്റ്റോറേജ് റൂമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ വെള്ളക്കാരുടെ വീട്ടിൽ എൻ്റെ എൽഡർ സിസ്റ്ററിന് കിട്ടിയതൊരു ബാക്ക് റൂമാണ്. ഓക്കെ. ഐ ഡിഡ് നോ, അവിടെയാണ് ഞാൻ താമസിച്ചത് കേട്ടോ, ഇവിടെ ബാക്ക് റൂമിൽ സിസ്റ്ററിൻ്റെ കൂടെ. ഐ ഡിഡ് നോ എനിബഡി ഇൻ ജോഹന്നസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഹും വി വെൻ ടു ചർച്ച് വിത്ത്. ജോഹന്നസ്ബർഗിൽ എനിക്ക് ആരും അറിയില്ല, എക്സെപ്റ്റ് ആരൊഴികെ? എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സ് ഒഴികെ. ഞങ്ങൾ ഒരുമിച്ച് ചർച്ചിൽ പോവാറുണ്ട്. ഐ വാസ് വെരി ബോർഡ് ആൻഡ് ലോൺലി. മറ്റു ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, ലോൺലി, ഒറ്റപ്പെട്ട ഫീൽ ആയിരുന്നു. മൂന്നാമത്തെ പാരഗ്രാഫ്. ഓൺ വീക്ക് ഡേയ്സ്. വീക്ക് ഡേ എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ. സോ ഓൺ വീക്ക് ഡേയ്സ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ. ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് ദ മാഡം വുഡിൻ സീ മീ. മൺഡേ ടു ഫ്രൈഡേ എന്നെ ലോക്ക് ചെയ്തിട്ട് പോകും, റൂമിൽ ലോക്ക് ചെയ്തിട്ട് ചേച്ചി പോകുന്ന പറഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് വേണ്ടി പോകും. അങ്ങനെയാണെങ്കിൽ മാഡം എന്നെ കാണില്ല. ഷി വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം, പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ് ഓർ ലൈയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. ഈ മാഡം എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ കൂടെ താമസിക്കുന്നത് കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാഡം ചെയ്യുക? പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഇങ്ങനെ നഖം ഇങ്ങനെ പിന്നെ ക്യൂടെക്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാവും, നെയിൽ പോളിഷ് ചെയ്യുന്നുണ്ടാവും. ഇനിയോ ചായ കുടിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഇരുന്ന്. അല്ലെങ്കിലോ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അവിടെ വന്ന് ഇങ്ങനെ വെയിൽ കൊണ്ട് കിടക്കും. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം. ഞങ്ങളുടെ റൂമിന് വളരെ അടുത്തായിരുന്നു സ്വിമ്മിംഗ് പൂൾ. വിച്ച് ഈസ് വൈ ഐ ഹാഡ് ടു കീപ് വെരി ക്വയറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ നിശബ്ദയായിട്ട് ഇരിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരനക്കം പോലും ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് കേൾക്കാം. മാഡം അത് തിരിച്ചറിയും. മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദേ, ബട്ട് ഷീ ഹാഡ് നോ ഓൾട്ടർനേറ്റീവ്സ്. എന്നെ റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് സിസ്റ്റർ പുറത്തു പോവുക. അതിൽ സിസ്റ്ററിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു പോംവഴികൾ ഉണ്ടായിരുന്നില്ല. ഐ കുഡിൻ ഈവൻ പ്ലേ ദ റേഡിയോ, സോ ഷീ ബ്രോട്ട് മീ ബുക്സ്, ഓൾഡ് മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ വൈറ്റ് പീപ്പിൾ. എനിക്കിവിടെ റേഡിയോ ഓൺ ചെയ്യാൻ പോലും കഴിയില്ല, ശബ്ദം പുറത്തേക്ക് കേൾക്കും. അവിടെ താമസമുള്ള കാര്യം മാഡം അറിയും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി പുസ്തകങ്ങൾ കൊണ്ടുവരും, പഴയ മാഗസീൻസ് കൊണ്ടുവരും, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വൈറ്റ് പീപ്പിൾ അവിടുന്ന് സംഘടിപ്പിക്കുന്ന ഇതൊക്കെ കൊണ്ടുവരും, ന്യൂസ് പേപ്പേഴ്സൊക്കെ. ഐ ജസ്റ്റ് റെഡ് എവറി സിംഗിൾ തിങ് ഐ കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ കണ്ടത്. ഓക്കെ. അപ്പോൾ ഇവൾ കാണുന്ന ഓരോ പുസ്തകം ഇവിടെ എടുത്ത് വായിക്കും. അങ്ങനെ ഭയങ്കര ബോറിംഗ് അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോക്ക്, മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സമയമൊക്കെ ഫാസ്റ്റായി പോകുന്നതും അല്ലേ, പിന്നെ വായിക്കാൻ സമയമില്ലാത്തതും. മൊബൈൽ ഫോണൊന്നുമില്ല, ഫ്രണ്ട്സും ഇല്ല, കുറച്ച് ബുക്സ് ഉണ്ട് അവിടെ, റൂമും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പുസ്തകം വായിക്കും. അപ്പോൾ പഴയ കാലത്തെ ആൾക്കാർക്ക് അതുകൊണ്ടാണ് വായന കൂടിയത്. ഓക്കെ. അടുത്തത് എന്തൊക്കെ നമ്മൾ വായിച്ചത്? ഫെയർ ലേഡി, വുമൻസ് വീക്ക്ലി, എനിത്തിങ്. ഇതൊക്കെ വീക്ക്ലികളോ അല്ലെങ്കിൽ മറ്റ് മാഗസിൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കും, എനിത്തിങ്. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്.
പിന്നെ എൻ്റെ സിസ്റ്റർക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട് എന്നുള്ളത്. 4ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. സൂൺ ഐ ഗോട്ട് എ ടെമ്പററി ജോബ് ഇൻ എ ക്ലോത്തിങ് ഫാക്ടറി ഇൻ ടൗൺ. ടൗണിൽ എനിക്കൊരു താൽക്കാലിക ജോലി ശരിയായി. ക്ലോത്തിങ് ഫാക്ടറിയിലായിരുന്നു. വിച്ച് മെയ്ഡ് ക്ലോത്ത്സ് ഫോർ ലേഡീസ് ബുട്ടീക്സ്. ബുട്ടീക്ക് അറിയാലോ, സ്ത്രീകളുടെയൊക്കെ ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രം വിൽക്കുന്ന കടയാണ്. സോ അവിടെ എനിക്ക് പിന്നെ ജോലി കിട്ടിയെന്നാണ് പറഞ്ഞത്. I looked forward to meeting new people and liked the idea of being out of that room for a change. പുതിയ ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ, പുതിയ ആൾക്കാരെ പരിചയപ്പെടാമല്ലോ എന്ന് ഞാനിങ്ങനെ അതിൽ എക്സ്പെക്റ്റ് ചെയ്ത് അതിലെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ആ റൂമിൽ നിന്ന് പുറത്ത് കിടക്കാമല്ലോ, അതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നു. മറ്റിങ്ങനെ ലോക്കഡ് ആയിട്ട് റൂമിലിരിക്കുന്ന കളറെ ഒന്ന് പുറത്ത് പോകാമല്ലോ, അത് സന്തോഷിച്ചു ഞാൻ ആ കാര്യത്തിൽ. The factory knocked off at 4:30 and then I went to a park near where my sister worked. അപ്പം ക്ലോത്തിങ് ഫാക്ടറി 4:30 അടക്കും. ഇവിടെ knocked off എന്ന് പറഞ്ഞാൽ സ്റ്റോപ്ഡ് വർക്കിംഗ് എന്നാണ്. ഇപ്പോൾ ഫാക്ടറി അടക്കുന്നത് 4:30 ശേഷം ഞാൻ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള പാർക്കിലേക്ക് പോകും. അതിനടുത്ത് തന്നെയാണ് എൻ്റെ സിസ്റ്ററും വർക്ക് ചെയ്യുന്നത്. സോ എൻ്റെ സിസ്റ്റർ പിന്നെ ഡൊമസ്റ്റിക് വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടുജോലി ചെയ്യുന്നുണ്ട്, പ്ലസ് പുറത്തും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഐ വെയിറ്റ് ദേ ടിൽ 6:30, 6:30 വരെ. 4:30 ഇവിടെ പിന്നെ ഫാക്ടറി അടച്ചാൽ 6:30 വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. വെൻ ഐ കുഡ് സ്നീക്ക് ഇൻ ടു ദ ഹൗസ് അഗെയിൻ വിത്തൗട്ട് I waited there till 6:30 when I could sneak into the house again without the white people seeing me. ഇനി 6:30 ആവണം ഇനി മാഡത്തിൻ്റെ വീട്ടിൽ ആ ബാക്ക് റൂമിലേക്ക് പ്രവേശിക്കാൻ. അപ്പോഴേ അവരെ കാണാതിരിക്കുക അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. സ്നീക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എൻറ്റർ സീക്രറ്റ്ലി, പതുക്കെ പ്രവേശിക്കുക. ഓക്കെ, പതുക്കെ എന്നല്ല, അവർ കാണാതെ പിന്നെ ഒരു റൂമിലേക്കോ മറ്റോ പോകുന്നതിനെ സ്നീക്ക് ഇൻ ടു എന്ന് പറയാം. I had to leave the house before 5:30 in the mornings as well. അതേപോലെ തന്നെ രാവിലെകളിൽ 6:00 മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വേണം, അല്ലെങ്കിൽ മാഡം ഇറങ്ങി വരുന്നത് കാണും. That meant I had to find something to do with the time I had before I could catch the 7:30 bus to work, about 2 hours. അതായത് 6:30 6:30 5:30 കേട്ടോ. 5:30 in the morning, രാവിലെ 5:30 മുമ്പായിട്ടാണ്. ശ്രദ്ധിക്കണം, ഐ ഹാഡ് ടു ലീവ് ദ ഹൗസ് ബിഫോർ 5:30 in the morning. രാവിലെ 5:30 മുൻപായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ബസ് വരുന്നത് 7:30. സോ 2 മണിക്കൂർ സമയമുണ്ട്. സോ ഈ 2 മണിക്കൂർ സമയം എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ്. 7:30 ബസ് വരിക വർക്ക് പ്ലേസിലേക്ക് പോകാനുള്ളത്. ഈ സമയം ഞാൻ എന്ത് ചെയ്യും? ഐ വുഡ് ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. പാർക്കിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകും. For some reason it was never locked. എന്തോ കാരണം കൊണ്ട് ആ പബ്ലിക് ടോയ്ലറ്റ് ഒരിക്കലും ലോക്ക് ചെയ്തിരുന്നില്ല. So I would go in and sit on the toilet seat. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കും. To read some മാഗസിൻ ഞാൻ വായിക്കും. Or other മറ്റെന്തെങ്കിലും. Until the right time to catch the bus. ബസ് പിടിക്കേണ്ട സമയം 7:30 വരെ. നോക്കൂ, അപ്പോൾ രാവിലെ 5:30 മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 7:30 ബസ്. ഈ 2 മണിക്കൂർ എന്ത് ചെയ്യും? പാർക്കിൽ പബ്ലിക് ടോയ്ലറ്റിനുള്ളിൽ പോയിരിക്കും എന്നാണ് പറഞ്ഞത്. അതുതന്നെ വൈകുന്നേരം തന്നെ അവസ്ഥ. പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ മാഡം കാണാതെ തിരികെ വരികയും വേണം. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമല്ല ഇവളുടെ മനസ്സിലേക്ക് ഈ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ വരുന്നത്. ഇത് ഇവളുടെ ഒരു എന്താ പറയുക, സെൽഫ് എക്സ്പ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അവളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള സ്ഥലമാണ്. പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനും അവൾക്ക് മനസ്സിലേക്ക് വരുന്ന ആശയങ്ങൾ എഴുതാനും ഒക്കെയുള്ള അവളുടെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ടോയ്ലറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി 5ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. The first time I went into this toilet, I was on my way to the bus stop. Usually I went straight to the bus stop outside the OK Bazaars, where it was well lit and I could see. ഇവിടെ OK ബസാർ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ്. സോ ഞാൻ ഈ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ് ആദ്യമായി ടോയ്ലറ്റിൽ കയറിയത്. ഞാൻ നേരെ യൂഷ്വലി എന്താ ചെയ്യല്, സ്ട്രെയിറ്റ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകും. അവിടെ OK ബസാറിൽ നന്നായിട്ട് വെളിച്ചമൊക്കെ ഉണ്ടാവും, എനിക്ക് എല്ലാം കാണാനൊക്കെ കഴിയും. I would wait there, reading or just looking at the growing number of cars and buses on their way to town. ബസ് വരുന്നത് വരെ
ഞാനിങ്ങനെ നഗരം ഉണരുന്നത് കാണും, കാറുകളും ബസ്സുകളും എണ്ണം കൂടുന്നത് കാണും. ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്. അങ്ങനെ ഒരു ദിവസം ശക്തിയായിട്ട് മഴ പെയ്തു. സോ ഐ തോട്ട് ഐ വുഡ് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് അൺടിൽ ദ റെയിൻസ് പാസ്റ്റ്. അങ്ങനെ ആ മഴ കഴിയുന്നവരെ എവിടെയെങ്കിലും ഷെൽട്ടർ, ഒരു എന്താ പറയുക, സുരക്ഷിത സ്ഥലം എന്നുള്ള രീതിയിലാണ് ഞാൻ ടോയ്ലറ്റ് പോയത്. അങ്ങനെയാണ് ഞാൻ ടോയ്ലറ്റ് പോകാൻ ഇടയായത്. ഓക്കെ. ഐ നോക്ക്ഡ് ഫസ്റ്റ് ടു സീ ഇഫ് ദർ വാസ് എനി വൺ ഇൻസൈഡ്. ആദ്യം ടോയ്ലറ്റ് കയറുന്ന മുമ്പ് ഞാനൊന്ന് നോക്കിയും ഒന്ന് മുട്ടും, ആരെങ്കിലും ഉണ്ടോ എന്ന്. അത് നിർബന്ധമാണല്ലോ, അല്ലെങ്കിൽ ആകെ പണിയാവും അല്ലേ. സോ ഞാനൊന്ന് മുട്ടി നോക്കും, ആരെങ്കിലും ഉണ്ടോ നോക്കും. ആരും ഇല്ല എന്ന് പറയുമ്പം, ഞാൻ ഇല്ലയെന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ അകത്തേക്ക് പോകുന്നതാണ്. ആസ് ദർ വാസ് നോ റിപ്ലൈ ഐ പുഷ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെന്റ് ഇൻ. ആരില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അകത്ത് പോകും. ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. കുറേ വർഷങ്ങളായിട്ട് ഈ ടോയ്ലറ്റ് പെയിൻറ്റ് ചെയ്യാത്ത പോലെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ. ദ ക്ലോസ്ഡ് ലിഡ് ഓഫ് ദ ടോയ്ലറ്റ്. ലിഡ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിലെ മുകളിലത്തെ ഭാഗം അല്ലേ, അത് ക്ലോസ് ചെയ്യും. യൂസ് ചെയ്യാത്ത സമയത്ത് അടക്കൂലേ, എൻ്റെ അടപ്പ്, ആ ലിഡ്, അതാണ് എൻ്റെ സീറ്റ്. വാസ് ഗോയിങ് ടു ബി മൈ സീറ്റ് ഫോർ മെനി മോർണിംഗ്സ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം ആ ലിഡായിരുന്നു എൻ്റെ സീറ്റ്. ഞാൻ അവിടെ പോയി ഇരിക്കും. ഐ വാസ് വെരി ലക്കി ടു ഹാവ് ഫൗണ്ട് ദാറ്റ് ടോയ്ലറ്റ് ബിക്കോസ് ദ വിൻ്റർ വാസ് വെരി കോൾഡ്. ആ ടോയ്ലറ്റ് കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യം തന്നെ. കാരണം വിൻ്റർ സീസൺ ഭയങ്കര തണുപ്പായിരുന്നു. നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാം ഇൻ ദ ടോയ്ലറ്റിനകത്ത് വലിയ ചൂടൊന്നുമില്ല. ബട്ട് വൺസ് ഐ ഹാഡ് ക്ലോസ് ദ ഡോർ ഇറ്റ് യൂസ്ഡ് ടു ബി എ ലിറ്റിൽ ലെസ് വിൻഡി കാറ്റ്. അപ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ട്, അകത്തെന്താണ്, കാറ്റില്ലല്ലോ. തണുപ്പുണ്ടെങ്കിലും കാറ്റില്ല. സോ കാറ്റും തണുപ്പും കൂടെ വരുമ്പം നല്ല തണുപ്പ് വരും. സോ അത്രയും തണുപ്പ്, ഒരല്പം ആശ്വാസം എന്താണ് ടോയ്ലറ്റിനകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. ദ വാൾസ് വർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. ടോയ്ലറ്റിലെ ചുമരുകളൊക്കെ വളരെ അടുത്തായിരുന്നു, എൻ്റെ വളരെ അടുത്തായിരുന്നു. ആ ടോയ്ലറ്റ് വളരെ ചെറുതായിരുന്നു. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ടു ഫിറ്റ് മീ അലോൺ. അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെ, എന്നെ മാത്രം കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെയായിരുന്നു ആ ടോയ്ലറ്റ്, അതിൻ്റെ നിർമ്മിതി. ഐ എൻജോയ് ദ കൈൻഡ് ഓഫ് പ്രൈവസി. അതിലുണ്ടായിരുന്ന ആ ഒരു പ്രൈവസി ഞാൻ ഇഷ്ടപ്പെട്ടു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ്. ആ ടോയ്ലറ്റ് സീറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് ചിന്തിക്കും. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. ഒരുപാട് പകൽ കിനാവ് കാണും. ഡേ ഡ്രീമിങ്, പകൽ സ്വപ്നം. Many times imagining myself in some big hall doing a really popular play with other young actors. Play എന്ന് പറഞ്ഞാൽ ഡ്രാമ. സോ ഞാനിങ്ങനെ ടോയ്ലറ്റിൽ ഇരുന്ന് സ്വപ്നം കാണും. ഇപ്പോൾ നിങ്ങളും കാണാറുണ്ടല്ലോ സ്വപ്നം. സോ അതുപോലെ എന്താണ്, ഇവളവിടെ ഇരുന്ന് സ്വപ്നം കാണും. എന്താ സ്വപ്നം കാണുക? ഒരു ഹാളിൽ, വലിയ ഹാളിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഏതെങ്കിലും ഫേമസ് ആയ ഒരു ഡ്രാമ മറ്റു നടിമാർക്കൊപ്പം അഭിനയിക്കുന്നത് സ്വപ്നം കാണും. ഐ വുഡ് സീ ദെയർ ഡ്രീമിങ്. സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക, 7. I started asking myself why I had not written anything since I left school. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ എന്തുകൊണ്ടൊന്നും എഴുതിയില്ല. At least at school I had written some poems or stories in the school magazine and other magazines and also for school competitions. സ്കൂളിൽ പലതരം കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ലേ, ആർട്സൊക്കെ തരുമ്പോൾ ഓഫ് സ്റ്റേജൊക്കെ അല്ലേ. സോ ഒരുപാട് കോമ്പറ്റീഷൻ ഞാൻ എഴുതാറുണ്ട്. സ്കൂൾ മാഗസിനും പുറത്തുള്ള മാഗസിനൊക്കെ വേണ്ടി കവിതകളും കഥകളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം. അതിനു മുമ്പ് അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ഓൾവേസ് സോ എൻകറേജിങ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു, നല്ല മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോം. എൻ്റെ ആദ്യത്തെ കവിത അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡിൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. ഒരുപക്ഷെ നല്ല കമൻസ് കിട്ടിയിട്ടുണ്ടാവും ടീച്ചറുടെ കയ്യിൽ നിന്ന്. അതിനുശേഷം എനിക്ക് അന്നത്തെ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല, അത്രയും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. 8ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് പബ്ലിഷിംഗ് ദെൻ ആൻഡ് ഐ ഡിഡ്ന്റ് ആസ്ക് മൈസെൽഫ് ഇഫ് മൈ സ്റ്റോറീസ് വേ ഗുഡ് ഇനഫ്. കഥകളൊന്നും പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഞാൻ ഒരിക്കലും എന്നോട് ചോദിച്ചിരുന്നില്ല എൻ്റെ കവിതകളൊക്കെ നല്ലതായിരുന്നോ എന്ന്. ഞാനതിനെക്കുറിച്ച് ബോധേഡായിരുന്നില്ല. ഐ ജസ്റ്റ് എൻജോയ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ എഴുതും, അത് ഞാൻ സന്തോഷിച്ചു അക്കാര്യത്തിൽ. അല്ലാതെ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് ബീങ് ദ ടോയ്ലറ്റ്സ് ബെസ്റ്റ് കസ്റ്റമർ ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട് ബുക്ക് ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. അങ്ങനെ ഒരു ദിവസം, ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂണിൽ
ഞാൻ ടോയ്ലറ്റിൻ്റെ ബെസ്റ്റ് കസ്റ്റമർ എന്ന് ഉദ്ദേശിച്ചത് ടോയ്ലറ്റിൽ അവിടെ ഉള്ളിൽ പോയിരിക്കുന്ന ഏറ്റവും കൂടുതൽ അവിടെ പോയിരിക്കുന്ന ആളുകളാണല്ലോ. അതാണ് ടോയ്ലറ്റിൻ്റെ ബെസ്റ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ പോയിരുന്നു. ഞാനൊരു പുസ്തകം വാങ്ങിച്ചിരുന്നു. ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട് ബുക്ക് ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ അതിലേക്ക് എഴുതാൻ ഞാൻ കരുതി. ഐ ഡിൻ യൂസ് ഇറ്റ് ഫോർ എ ക്വൈറ്റ് വൈൽ അൺടിൽ വൺ ഈവനിങ്. പക്ഷെ ഞാനത് ഉപയോഗിച്ചിരുന്നില്ല. ഒരു ഈവനിങ്ങിലാണ് ഞാൻ പിന്നെ ഉപയോഗിച്ചത്. നെക്സ്റ്റ് പാരഗ്രാഫ് 9. My sister had taken her usual Thursday afternoon off and she had been delayed somewhere. യൂഷ്വലി വ്യാഴാഴ്ച ആഫ്റ്റർനൂണ് ഓഫ് എടുക്കും. എൻ്റെ സിസ്റ്റർ ലീവ് എടുക്കാറുണ്ട്. അപ്പോൾ നേരത്തെ വരാറുണ്ട്. പക്ഷെ അന്ന് ദിവസം അവൾ എവിടെയോ ഡിലേ ആയി, കുറച്ച് വൈകിപ്പോയി. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക്. ഞാനോ ജോലി കഴിഞ്ഞ് വരികയും ചെയ്തു. ദെൻ വെയിറ്റഡ് ഇൻ ദ പാർക്ക് for the right time to go back into the yard. അങ്ങനെ തിരികെ മാഡത്തിൻ്റെ അവിടേക്ക് മാഡത്തിൻ്റെ സ്ഥലം, അതാണ് യാർഡ് നമ്മൾ ഉദ്ദേശിച്ചത്, മുറ്റം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പെർഫെക്റ്റ് ടൈം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. The white people always had their supper at 6:30 and that was the time I used to steal my way in without disturbing them or being seen. വെള്ളക്കാർ അവരുടെ സപ്പർ ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം 6:00-ക്കാണ്. ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്യാറുള്ളത്? ഐ യൂസ് ടു സ്റ്റീൽ മൈ വേ എന്ന് പറഞ്ഞാൽ സ്നീക്ക് ഇൻ ടു, ഒളിഞ്ഞു പോവുക എന്നുള്ള. ഇവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒളിഞ്ഞു പോകും 6:00-ക്ക്. അതാണ് എൻ്റെ സമയം, അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ. മൈ കമ്മിങ് ആൻഡ് ഗോയിങ്സ് ഹാഡ് ടു ബി സീക്രട്ട് ബിക്കോസ് ദേ സ്റ്റിൽ ഡി നോ ഐ സ്റ്റേ ദർ. എൻ്റെ വരവും പോക്കും, രാവിലത്തെ വരവ് വൈകുന്നേരത്തെ പോക്കും അവർ കാണാൻ പാടില്ല. കാരണം ഞാനവിടെ ഇല്ല എന്നുള്ളതാണ് അവർ അറിയുന്നത്. ഞാനവിടെയുള്ള കാര്യം അവർക്ക് അറിയില്ല, അവർ അനുവദിക്കുകയില്ല. 10ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഐ റിയലൈസ് ദാറ്റ് ഷീ ഹാഡ് കം ബാക്ക് ആൻഡ് ഐ ഡിസൈഡഡ് ടു സിറ്റ് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ റൂം. അങ്ങനെ ഞാൻ മാഡത്തിൻ്റെ അവിടെ എത്തി, ഇവളുടെ ചേച്ചിയുടെ റൂമിൻ്റെ അവിടെ എത്തി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി ചേച്ചി അവിടെ എത്തിയിട്ടില്ല എപ്പോഴും. ഞാൻ അതിൻ്റെ റൂമിൻ്റെ ഇൻ ഫ്രണ്ട് ഓഫ് നമ്മൾ മുൻപിൽ അവിടെ ഇരുന്നു. ഐ തോട്ട് ഐ വുഡൻ ബി നോട്ടീസ്ഡ്. ഞാൻ ചിന്തിച്ചു എന്നെ ആരും ശ്രദ്ധിക്കുകയില്ല എന്നുള്ളത്. I was reading a copy of Drum magazine hoping that she would come back soon. അപ്പോൾ ചേച്ചി വളരെ വേഗത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഡ്രം മാഗസിൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ ദ ഡോഗ്സ് സ്നിഫ്ഡ് മീ ഔട്ട്. അപ്പോൾ എന്ത് ചെയ്തു? നായകൾ എന്നെ തിരിച്ചറിഞ്ഞു. സ്നിഫ്ഡ് മീ ഔട്ട് എന്ന് പറഞ്ഞാൽ നായകൾ എന്നെ മണത്തറിഞ്ഞു. നായകൾക്ക് അങ്ങനെയാണല്ലോ, അപരിചിതരെ അവർ പെട്ടെന്ന് തിരിച്ചറിയും. പരിചിതരെ തിരിച്ചറിയുന്ന പോലെ തന്നെ അപരിചിതരെയും തിരിച്ചറിയും. അപരിചിതരാണെന്നുള്ള കാര്യം തിരിച്ചറിയും. ഐ വാസ് ട്രൈയിങ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിങ്. പക്ഷെ അവർ കുറച്ചെങ്കിലും ഞാൻ എന്ത് ചെയ്തു? എൻ്റെ റീഡിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. വെൻ ഐ ഹേർഡ് 2 dogs പ്ലേയിങ് ചേസിങ് ഈച്ച് അതർ നിയറർ ടു വേ ഐ വാസ് സിറ്റിംഗ്. എങ്ങനെയാണ് നായകൾ എൻ്റെ അടുത്തേക്ക് വന്നത്? അവരിങ്ങനെ ഓടിക്കളിക്കുകയാണ്, പ്ലേ ചെയ്യാണ്, ചേസ് ചെയ്യാണ്. ഒരു നായ്ക്ക് പിറകെ മറ്റൊന്നിങ്ങനെ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ആൻഡ് ദെൻ they were in front of me. അങ്ങനെ അവർ എൻ്റെ മുൻപിലെത്തി. ലുക്കിംഗ് ആസ് സർപ്രൈസ്ഡ് ആസ് ഐ വാസ്. ഞാൻ അവരെ കണ്ട് എത്രത്തോളം സർപ്രൈസ്ഡ് ആയി, അത്ര തന്നെ ഈ നായകളും എന്നെ കണ്ടും സർപ്രൈസ്ഡ് ആയി. ഫോർ എ ബ്രീഫ് മൊമെന്റ് വി സ്റ്റേഡ് അറ്റ് ഈച്ച് അതർ. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കി. ഞങ്ങൾ പരസ്പരം കുറച്ച് സമയം തുറിച്ചു നോക്കി. ദെൻ ദേ സ്റ്റാർട്ടഡ് ടു ബാർക്ക് അറ്റ് മീ. ബാർക്ക്, കുരക്കുക. അവരെന്നെ നോക്കി കുരച്ചു. ഐ വാസ് ഷുവർ ദേ വുഡ് tear me to pieces if I moved just one finger. എൻ്റെ ഒരു വിരൽ നക്കിയാൽ പോലും അവരെന്നെ കടിച്ച് പീസാക്കും. tear me into pieces, പീസാക്കും, കീറിയിടും, കടിച്ചു പറിക്കും എന്നെനിക്ക് മനസ്സിലാക്കി. ഞാൻ അനങ്ങാതെ നിന്നു. സോ ഐ സാറ്റ് വെരി സ്റ്റിൽ. അനങ്ങാതെ നിന്നു. ട്രൈ നോട്ട് ടു ലുക്ക് അറ്റ് ദം. അവരെ നോക്കാതെ നിന്നു. വൈൽ മൈ ഹാർട്ട് പൗണ്ടഡ് അടിക്കലാണ്, പക്ഷെ ഹാർട്ട് ശക്തമായിട്ട് അടിക്കുന്ന ഫീൽ എനിക്ക് കിട്ടി. ആൻഡ് മൈ മൗത്ത് വെൻ ഡ്രൈ ആസ് പേപ്പർ. നെർവസ് ആകുമ്പോൾ എന്താണ്? തൊണ്ട വരണ്ടു എന്നാണ് ഉദ്ദേശിച്ചത്. പേപ്പർ പോലെ, അതൊരു സിമിലാണ്. സോ എൻ്റെ ഒരു പ്രയോഗമാണ്. സോ എൻ്റെ തൊണ്ട എന്താണ്? പേപ്പർ പോലെ വരണ്ടു എന്ന് വെച്ചാൽ ഡ്രൈ ആയി. ദെൻ ദ മാഡംസ് ഹൈ പിച്ച്ഡ് വോയിസ് റാങ് ഔട്ട് എബവ് ദ ഡോഗ്സ് ബാർക്കിംഗ്. അപ്പോൾ ഈ നായകളുടെ കുര കേട്ട് മാഡത്തിൻ്റെ ശബ്ദം ഉറക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടു. ബാക്കി എന്ന് പറഞ്ഞാൽ കുര. നായയുടെ കുരക്കാളർ മുകളിൽ പിന്നെ മാഡത്തിൻ്റെ ശബ്ദം വന്നു. ഐറീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചേച്ചിയുടെ പേരാട്ടോ. ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. ഇവർ വീട്ടിൽ ചേച്ചിനെ വിളിക്കുന്ന ഒരു പേരുണ്ടാവാം, പക്ഷേ അവരുടെ ഇംഗ്ലീഷ് പേര് ഐറീനാണ്. സോ ഐറീൻ എന്നുറക്കെ മാഡം വിളിച്ചു. കാരണം
അനിയത്തിയുടെ ഉള്ള കാര്യം മാഡത്തിന് അറിയില്ല, ചേച്ചിയുടെ പേരാണ് മാഡം വിളിക്കുന്നത്. ഇനി ഐ കുഡിൻ മൂവ് ഓർ ആൻസർ ദ കോൾ. മാഡം വിളിച്ചപ്പം എനിക്ക് അവിടെ നിന്ന് അനങ്ങാനോ അല്ലെങ്കിൽ ആ കോളിന് മറുപടി കൊടുക്കാനോ കഴിഞ്ഞില്ല. ഐ കുഡിൻ മൂവ് ഓർ ആൻസർ ദ കോൾ. ദ ഡോഗ്സ് വെർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവരെൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ദെയർ ടീത്ത് സോ ത്രെറ്റനിങ്ലി ലോങ്. അവയുടെ പല്ലുകൾ ഭയങ്കര ത്രെറ്റനിങ്ലി ഭയപ്പെടുന്ന രീതിയിൽ വലുതായിരുന്നു. വെൻ ദർ വാസ് നോ റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ഷീ കെയിം ടു സീ വാട്ട് വാസ് ഗോയിങ് ഓൺ. അങ്ങനെ മാഡം അടുത്തേക്ക് വന്നു. എന്താണ് അപ്പുറത്ത് അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക്, അയാളുടെ കുര കേട്ട ഭാഗത്തേക്ക് മാഡം വന്നു. ഓ ഇറ്റ്സ് യു, ഹലോ. ദെൻ ദ ഡോഗ് സ്റ്റോപ്ഡ് ബാർക്കിംഗ്. അപ്പോൾ മാഡത്തിൻ്റെ ശബ്ദം കേട്ടോട് കൂടി എന്താണ്, ഡോഗ്സ് കുരക്ക് നിർത്തി. ബട്ട് ദേ ഹാഡൻറ്റ് മൂവ്ഡ്. പക്ഷെ അവർ നിന്ന നിപ്പിലങ്ങനെ നിൽക്കണം അവിടെ. ദേ വർ സ്റ്റിൽ ഗ്രൗലിംഗ് അറ്റ് മീ. ഗ്രൗലിംഗ് മുരളുക. നായകളും അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളൊക്കെ ദേഷ്യത്തോടെ മുരണ്ട ശബ്ദമാണ് ഗ്രോളിംഗ്. അങ്ങനെ അവർ സ്റ്റിൽ അവരെന്ത് ചെയ്ത് മുരണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡ്. ഞാൻ പറഞ്ഞു, മാഡം പ്ലീസ്, ഡോഗ്സ് എന്നെ എന്ത് ചെയ്യും, എന്നെ രക്ഷിക്കൂ, എന്നെ ബൈറ്റ് ചെയ്യും, കടിക്കും. ഐ പ്ലീഡഡ്, ഐ റിക്വസ്റ്റഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അപ്പോൾ ഈ നായകളിൽ നിന്നും ഞാൻ കണ്ണെടുത്തതേയില്ല. നോ ദേ വോണ്ട് ബൈറ്റ് യു. ഇല്ല, അവർ നിന്നെ കടിക്കില്ല. വെൻ ഡിഡ് യു കം ഇൻ? നീ എപ്പോഴാണ് വന്നത്? വി ഡിഡ്ന്റ് സീ യു. നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നീ ഏതാണെന്ന ചോദ്യം. I've been here for some time now. കുറച്ച് സമയം ഞാൻ അവിടെ ഉണ്ട്. മൈ സിസ്റ്റർ ഈസ് ഇൻ ഹിയർ. എൻ്റെ ചേച്ചി ഇവിടെ അല്ല. ഐ എം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹർ. ഞാൻ അവളോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. ഓ ഷീ ഈസ് നോട്ട് ഹിയർ. നിന്റെ ചേച്ചി ഇവിടെ അല്ലേ? ഐ ക്യാൻ ഗിവ് ഹർ എ മെസ്സേജ്. ഞാൻ അവളെ അറിയിക്കാം. യു ഗോ ഓൺ ഹോം. നീ വീട്ടിൽ പോയിക്കോ. ഐ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. നിനക്ക് അവളെ കാണുന്നത് ഞാൻ അവളെ പറഞ്ഞോളാം. കണ്ടോ, അപ്പം അതൊരു ടോൺ ഉണ്ട്. അതായത് നീ ഇവിടെ നിൽക്കണ്ട എന്നുള്ള ടോൺ കൂടെ ഇവിടെ ഉണ്ട്. നീ പോയിക്കോ. കാരണം ഇവിടെ വേറെ ആൾ വിസിറ്റ് ചെയ്യുന്നത് മാഡത്തിന് ഇഷ്ടമല്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. എവറി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രൈറ്റ് അവേ, റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വേർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടി കൊടുത്ത് ഇപ്പോൾ ഈ ഒരു നേരറ്റീവിൻ്റെ ഒരു രീതി എന്താ വെച്ചാൽ, ഈ ഒരു സ്റ്റോറിൻ്റെ രീതി എന്താ വെച്ചാൽ, ഇങ്ങനെ പറയുന്ന അടിയിൽ മിക്സ് ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം പറയും. സോ ഇവിടെ നോക്കി, എല്ലാ ദിവസവും രാവിലെ, ഇപ്പോൾ ഇനി വേറെ എൻ്റെ കാര്യത്തിലേക്ക് അപ്പോൾ ഇനി തിരിച്ചും കിട്ടേണ്ട വരും കേട്ടോ. ഈ ഒരു ഇൻസിഡൻറ്റ്, ഡോഗ്സ് ഇവിടെ കണ്ട് ബാർക്ക് ചെയ്ത ഇൻസിഡൻറ്റിലേക്ക് തിരിച്ച് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ വേറെ കാര്യം പറയുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാൻ വേക്കപ്പ്, ഞാൻ എണീക്കും. സ്ട്രൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡിലേ, പെട്ടെന്ന് തന്നെ. റോൾ മൈ ബെഡിങ്, റോള് ചുരുട്ടും. ബെഡിങ് എന്ന് പറഞ്ഞാൽ ബെഡിൽ വിരിക്കുന്ന പുതപ്പ്, വിരിപ്പ്, പിന്നെ ഈ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, പുതപ്പ്, അതുപോലെ തന്നെ പിലോസ്, ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് ബെഡിങ്. സോ ഞാൻ ബെഡിങ് എന്ത് ചെയ്യും, റോൾ ചെയ്യും, ചുരുട്ടി മടക്കും. ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വെർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ ഉയർന്ന സ്ഥലത്തായിരിക്കും എൻ്റെ സിസ്റ്റർ കിടക്കുന്നത്, അതിൻ്റെ താഴേക്ക്. അപ്പോൾ ഇവള് താഴെയും കിടക്കും, അനിയത്ത് താഴെ കിടക്കും, സിസ്റ്റർ മോള് കിടക്കും. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, അനിയത്ത് ഇതെല്ലാം ചുരുട്ടി മടക്കി സിസ്റ്ററിൻ്റെ കട്ടിലിനടിക്ക് വെക്കും. He was not supposed to put on the light although it was still dark. രാവിലെ എണീക്കുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ലൈറ്റ് ഓൺ ആക്കാൻ പാടില്ല. ഗൾഫിലൊക്കെ പ്രവാസികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെ ലൈറ്റ് ഓൺ ആക്കില്ല കേട്ടോ, മറ്റുള്ള ഉറക്കനെ ശല്യപ്പെടുത്തില്ല. ഇനിയോ, ഐഡ് ലൈറ്റ് എ ക്യാൻഡിൽ, ഞാനോ ഒരു ക്യാൻഡിൽ കത്തിക്കും. ആൻഡ് ടിപ് ടോ മൈ വേ ഔട്ട്, ഞാൻ പമ്മി പോകും, ശബ്ദം ഉണ്ടാക്കാതെ പോകുന്നതിനെ ടിപ് ടോ എന്ന് പറയും. ടിപ് ടോ മൈ വേ ഔട്ട് വിത്ത് എ സോപ്പ് ഡിഷ്, ഈ സോപ്പ് പാത്രം കൊണ്ടുപോകും. എൻ്റെ ടൂത്ത് ബ്രഷ് കയ്യിലുണ്ടാവും. ഐ ഡു എവ്രിതിങ്, ഞാൻ എല്ലാം ചെയ്യും. ആൻഡ് ബി ഓഫ്, പോകും. ബി ഓഫ് പറഞ്ഞാൽ പോകും. ദ പ്രിമൈസസ്, പരിസരം വിട്ട് പോകും. ബൈ 5:30, 5:00 അവിടെ നിന്ന് പോകണം. വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്, ഷൂസ് കാലിട്ട് കഴിഞ്ഞാൽ ആ ഷൂവിൻ്റെ ശബ്ദം കേൾക്കുന്നത് പേടിച്ചിട്ട് ഞാൻ ഷൂസ് ബാഗിലിടും. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ് കടന്നാൽ മാത്രമേ ഞാൻ അവ ധരിക്കുകയുള്ളൂ. ഇവിടെ പുട്ട് ഓൺ കണ്ടോ, പുട്ട് ദം ഓൺ എന്നുള്ള ഷൂ ധരിക്കുക എന്നാണ് അർത്ഥം. ദം ഉദ്ദേശിച്ചത് ഷൂസാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. ഫ്രേസ് ലോബാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. ഇനി തിരികെ കിട്ടേണ്ട വരാട്ടോ. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ടുക്ക് മൈ മൈൻഡ് അവേ ഫ്രം ദ ബൈറ്റിംഗ് കോൾഡ് ഓഫ് ദ നൈറ്റ് ആൻഡ് മൈ വെറ്റ് നോസ് അൺടിൽ ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവേർഡ്സ് മീ. അപ്പോൾ മാഡം പോയതിനു ശേഷം സിസ്റ്റർ വരുന്നതിനിടയിലുള്ള ഈ ഗ്യാപ്പിൽ വിളിച്ച് ഇതൊക്കെ ചിന്തിച്ചതാണ് നമ്മൾ കണ്ടത്. ഇനിയോ, തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു.
took my mind away from the biting cold of the night. ആ രാത്രിയുടെ നല്ല നമുക്ക് വേദന ഉണ്ടാക്കുന്ന തണുപ്പ് അല്ലേ, സൂചി കുത്തുന്ന പോലുള്ള ആ തണുപ്പിനെ ഞാൻ മറന്നുപോയി. ആൻഡ് മൈ വെറ്റ് നോസ്, മൂക്കിൽ വെള്ളം ഊറ്റുന്നുണ്ട് അല്ലേ, തണുപ്പുണ്ട്, അതൊക്കെ ഞാൻ മറന്നുപോയി. അൺടിൽ ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവാർഡ്സ് മീ, എൻ്റെ അരികിലേക്ക് എൻ്റെ സിസ്റ്റർ അപ്പോൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സിസ്റ്റർ ചോദിക്കുകയാണ് ഇവളോട്, അനിയത്തിനോട് ചോദിക്കുക, മോലോ, ഇവളെ വിളിക്കുന്ന പേരാണ് മോലോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട് സൈഡ് ഇൻ ദ സ്ട്രീറ്റ്, ഷീ ഗ്രീറ്റഡ് മീ, നീ എന്താ അവിടെ പുറത്ത് ചെയ്യുന്നത്? ഐ ക്വിക്ക്ലി ബ്രീഫ്ഡ് ഹെർ, ചുരുക്കി പറഞ്ഞു, ബ്രീഫ്ഡ് ഹെർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻ, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രീറ്റിൽ പുറത്തായിരിക്കും മോല നിന്നത്. ഇപ്പോൾ മാഡത്തിന് മുമ്പിൽ മെല്ലെ അങ്ങോട്ട് പിന്നെ പുറത്തേക്ക് പോണ പോലെ കാണിച്ചിട്ട് അവിടെ നിന്നിട്ടുണ്ടാവാം. എന്നിട്ട് എല്ലാം ചുരുക്കി പറഞ്ഞു, ഓ വാട്ട് വേർ യു ഡൂയിങ് ഇൻസൈഡ് ദ ഫസ്റ്റ് പ്ലേസ്, യു നോ യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ഇൻ ടുഗെദർ, നീ എന്താ അവിടെ ചെയ്തത്, നിനക്കറിയില്ലേ, നീ എന്നെ വെയിറ്റ് ചെയ്യണമായിരുന്നു, നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പോകാമായിരുന്നു. ദെൻ ഐ കുഡ് സേ യു വേർസ് വിസിറ്റിംഗ് ഓർ സംതിങ്, നീ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നതാണോ, അങ്ങനെ എന്തെങ്കിലും പറയാമായിരുന്നു, ഇനി മാഡം നിന്നെ കണ്ടാൽ പോലും നമ്മൾ ഒരുമിച്ച് പോകായിരുന്നെങ്കിൽ. നൗ യു ടെൽ മീ വാട്ട് ആം ഐ സപ്പോസ് ടു സേ ടു ദം ഇഫ് ദേ സീ യു കം ഇൻ അഗെയിൻ, നിന്നെ ഒരിക്കൽ കൂടെ അവർ കണ്ടാൽ മാഡത്തിനോട്, അവരോട്, ആ വെള്ളക്കാരോട് ഞാൻ എന്ത് പറയും, നീ എന്നെ പറന്ന് പറയണം. ഇനി 13ാമത്തെ പാരഗ്രാഫ്. ഷീ വാക്ക്ഡ് ആംഗ്രിലി ടുവാർഡ്സ് ദ ഗേറ്റ് വിത്ത് മീ ഹെസിറ്റേറ്റ്ലി ഫോളോയിങ് ഹെർ, അപ്പോൾ ചേച്ചി ദേഷ്യത്തോടെ, കാരണം അവളെ കണ്ടല്ലോ മാഡം, ആ ദേഷ്യത്തിൽ പിന്നെ ഗേറ്റിനടുത്തേക്ക് പോയി, ദേഷ്യത്തോടെ പോയി. അപ്പോൾ ഞാനോ ഹെസിറ്റൻ്റലി, മടിച്ചുകൊണ്ട് ചേച്ചിയെ ഫോളോ ചെയ്തു. ഐ മംബിൾഡ് മൈ അപ്പോളജീസ്, അതായത് അവ്യക്തമായിട്ട് ഞാൻ എൻ്റെ സോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആൻഡ് ഫോളോഡ് ഹെർ ഇൻ, ചേച്ചിയെ ഫോളോ ചെയ്തു. ബൈ സം മിറാക്കിൾ നോ വൺ സീംഡ് ടു ഹാവ് നോട്ടീസ്ഡ് അസ്, മിറാക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്, എന്തോ ഭാഗ്യത്തിന് ആരും ഞങ്ങളെ കണ്ടില്ല. ആൻഡ് വി ക്വിക്ക്ലി മഞ്ച്ഡ് എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് പൊട്ടാറ്റോസ് ആൻഡ് ഡ്രാങ്ക് അവർ ടീ ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്. അങ്ങനെ അകത്ത് കയറിയ ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ, എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് പിന്നെ തണുപ്പിച്ച ചിക്കൻ ആയിരിക്കാം, ഞങ്ങളത് കഴിച്ചു. പിന്നെ ബോയിൽഡ് പൊട്ടാറ്റോസ്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കഴിച്ചു. ഡ്രാങ്ക് അവർ ടീ, ചായ കുടിച്ചു. ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്, ഞങ്ങളിപ്പോൾ അങ്ങനെ അധികം സംസാരിക്കണില്ല, കാരണം ചേച്ചി നല്ല ദേഷ്യത്തിലാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്, I wished somebody would come and be my friend and tell me that I was not useless and that my sister did not hate me and tell me that one day I would have a nice place to live, anything. ഇവളുടെ ഇന്നർ ഫീലിങ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇവൾക്ക് ആ വിഷമം, ദേഷ്യം, കാരണം സ്വന്തമായിട്ടൊരു ഇടല്ല, പോകാനും ഇരിക്കാനും കിടക്കാനും ഇവൾക്ക് എഴുതാനും ഒന്നിനൊരു സ്ഥലമല്ല, ഇങ്ങനെ പാത്തും പതുങ്ങിയും വേണം ഇവിടെ നിൽക്കാൻ. സോ എനിക്കൊരു ഡോഗ്, നായനെ പോലെ ഹൗൾ ചെയ്യണം, പിന്നെ ഓരയിടാൻ തോന്നി. ഐ വിഷ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്, ആരെങ്കിലും വന്ന് എൻ്റെ സുഹൃത്തായിരുന്നെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ പറയാൻ. ഇവർക്ക് സുഹൃത്തുക്കളും ഇല്ലല്ലോ അവിടെ ജോഹാനസ്ബർഗിൽ. ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്, ഞാൻ യൂസ്ലെസ് അല്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ആൻഡ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ, എൻ്റെ സിസ്റ്ററിന് എന്നെ വെറുപ്പില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലീവ് ഇൻ എനിത്തിങ്, അപ്പോൾ ഒരിക്കൽ എനിക്ക് നന്നായിട്ട് കിടന്നുറങ്ങാനുള്ള സ്ഥലമുണ്ടാവും എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതി. ഇനി 14ാമത്തെ പാരഗ്രാഫ്. ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ, ഐ വോക്ക് അപ്പ് ലോങ് ബിഫോർ ദ അലാം വെൻറ്റ് ഓഫ്, അലാം അടിക്കുന്നതിന് മുൻപ്, വെൻറ്റ് ഓഫ് എന്നുള്ള അടിക്കുന്നതിന് മുൻപ് ഞാൻ എണീറ്റു, വളരെ നേരത്തെ എണീറ്റു, അതിന് മുമ്പേ എണീറ്റു. ഇവിടെ വെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അലാറം അടിക്കാന്ന് കേട്ടോ, അലാറം അടിച്ചു എന്നാണ്. സോ അതിന് മുമ്പ് ഞാൻ എണീറ്റു. സം കൈൻഡ് ഓഫ് പെയിൻ വിത്തിൻ പുഷ്ഡ് മീ ടു ഡു എവറിത്തിങ് അറ്റ് ഡബിൾ സ്പീഡ് ആൻഡ് റൺ ടു മൈ ടോയ്ലറ്റ്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്തു, കാരണം തലേന്ന് ഉണ്ടായ ആ ഒരു അനുഭവം എനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. അതുകൊണ്ട് എല്ലാം ഞാൻ ഡബിൾ സ്പീഡിലാണ് ചെയ്തത്. ഐ കോൾ ഇറ്റ് മൈ ടോയ്ലറ്റ്, എന്നിട്ട് എനിക്ക് എൻ്റെ ടോയ്ലറ്റിൻ്റെ അടുത്തേക്ക് പോകണം. കണ്ടോ, എൻ്റെ ടോയ്ലറ്റ്, മൈ ടോയ്ലറ്റ്, ഇവളുടെ ടോയ്ലറ്റ് ആണെന്നോ അല്ല, അതൊരു പബ്ലിക് ടോയ്ലറ്റാണ്. സോ എന്നാലും അവൾ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്, എൻ്റെ ടോയ്ലറ്റ് എന്ന് അവൾ വിളിച്ചത്. ഐ കോൾ ഇറ്റ് മൈ ടോയ്ലറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. എൻ്റെ ടോയ്ലറ്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഐ ഫെൽറ്റ് മൈ സ്പിരിറ്റ്സ് റിയലി ലിഫ്റ്റിംഗ്, എന്ന് വെച്ചാൽ എനിക്കൊരു എന്താ പറയുക, ആശ്വാസം, സന്തോഷം, ചിയറപ്പ് എന്ന് പറയില്ലേ, എനിക്കൊരു സന്തോഷം വന്നു ഇപ്പോൾ. ആസ് ഐ പുട്ട് ഓൺ മൈ ഷൂസ് ഔട്ട്സൈഡ് ദ ഗേറ്റ്, അപ്പം മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഷൂസ് ബാഗിലിട്ട് ഷൂസ് പുറത്തേക്ക് വെച്ചിട്ട് ആ ഷൂസ് ഇട്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം എനിക്ക് കിട്ടി. ഐ മേഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ മൈ ബാഗ്, എൻ്റെ ബാഗിൽ നോട്ട് ബുക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റർ ആൻഡ് മൈ ഫീറ്റ് വർ ഫീലിംഗ് ലൈറ്റർ, അപ്പോൾ ഞാൻ വേഗത്തിൽ നടന്നു, എൻ്റെ കാലുകൾക്ക് ഒന്നുകൂടെ ഭാരം കുറഞ്ഞ പോലെ, എന്ന് വെച്ചാൽ വേഗത്തിൽ ഞാൻ പോവുകയാണ്. ഓൾ ദ
ടൈം. ഈ സമയത്തൊക്കെ എന്താണ് ഞാൻ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. Then I noticed that the door had been painted. ടോയ്ലറ്റിൻ്റെ ഡോർ പെയിൻറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. And that a new window pane had replaced the old broken one. അതിൻ്റെ വിൻഡോ പെയിൻ, ടോയ്ലറ്റിൻ്റെ പബ്ലിക് ടോയ്ലറ്റിലെ അതിൻ്റെ വിൻഡോ പെയിൻ എന്ന് പറഞ്ഞാൽ വിൻഡോ ഗ്ലാസ്, അതിൻ്റെ ചില്ല് മാറ്റിയിട്ടുണ്ട്, പൊട്ടിയത് മാറ്റിയതായിട്ട് ഞാൻ കണ്ടു. I smiled to myself as I reached the door. അങ്ങനെ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാനത് പുഞ്ചിരിച്ചു. Before long I was sitting on that toilet seat writing a poem. അങ്ങനെ ഞാൻ അവിടെ എത്തി, ടോയ്ലറ്റ് സീറ്റിൽ എത്തിയ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, കവിത എഴുതാൻ തുടങ്ങി. Many more mornings saw me sitting there writing. Sometimes it did not need to be a poem. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഞാനിവിടെ പോകും, രാവിലെ ഇരിക്കും, എഴുതും. എപ്പോഴും കവിത ആവണമെന്നില്ല. I wrote anything that came into my mind. my head, എൻ്റെ തലയിലേക്ക് വന്നതെല്ലാം ഞാൻ എഴുതി. In the same way I would have done if I had a friend to talk to. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടല്ലല്ലോ സംസാരിക്കുക, വളരെ തുറന്നൊക്കെ സംസാരിക്കും. അതുപോലെ തന്നെ ഞാൻ എഴുത്തിലും അതുപോലെയാണ് എഴുതിയത്. I remember some days when I felt like I was hiding something from my sister. I remember some days when I felt like I was hiding something from my sister. So she did not know about my toilet in the park, and she was not in the least interested in my notebook. അങ്ങനെ ഞാൻ എന്താണ്, എൻ്റെ സിസ്റ്ററിൽ നിന്നും പലതും ഒളിച്ചു വെക്കുന്നതായി എനിക്ക് തന്നെ ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഈ ടോയ്ലറ്റും ഞാനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞില്ല. അവൾക്കതിട്ട് എൻ്റെ നോട്ട്ബുക്കും കാര്യങ്ങളൊന്നും അറിയാനും എൻ്റെ സിസ്റ്ററിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ 16ാമത്തെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ്. Then one morning I wanted to write a story about what had happened at work the day before. അങ്ങനെ ജോലി സ്ഥലത്ത് തൊട്ട് തലേ ദിവസം സംഭവിച്ച കാര്യം എഴുതാൻ വേണ്ടി ഞാനിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. The supervisor screaming at me for not calling her when I had seen the people who stole 2 dresses at lunch time. സൂപ്പർവൈസർ എന്നെ നോക്കി ഷൗട്ട് ചെയ്തു, സ്ക്രീം ചെയ്തു, അലറി. എന്താ കാര്യം? കുറച്ച് ആൾക്കാർ 2 ഡ്രസ്സ് കട്ടെടുത്തിരുന്നു. സ്റ്റോൾ എന്ന് പറഞ്ഞാൽ കട്ടെടുത്തു അവിടെ നിന്ന്, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്പോട്ടിൽ നിന്ന്. അപ്പോൾ അവർ ലഞ്ച് ടൈമിൽ കണ്ടപ്പോൾ സൂപ്പർവൈസർ അറിയിക്കാത്തത് കൊണ്ട് സൂപ്പർവൈസർ ദേഷ്യത്തോടെ തന്നെ എന്നോട് അലറി. It all came back to me and I was smiling when I reached for the door. അങ്ങനെ ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ അടുത്ത് എത്തി ഞാൻ ഈ ഒരു സംഭവം എഴുതാൻ വേണ്ടി പോവാണ്. But it wouldn't open, it was locked. എന്താ സംഭവിച്ചത്? ആ ടോയ്ലറ്റ് അടഞ്ഞു കിടക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇവളുടെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനും ഇവളുടെ ഫീലിങ്സും ഇമോഷനും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്ഥലമായിരുന്നു അത്, പക്ഷെ അത് അടഞ്ഞു കിടക്കുന്നുണ്ട്. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്, നോട്ട് മൈൻ എൻ്റേതല്ല. സോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു ആ ടോയ്ലറ്റ് എൻ്റേതല്ല എന്നുള്ളത്. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ. തൊട്ടടുത്തുള്ള ബെഞ്ചിലേക്ക് ഞാൻ പതുക്കെ പോയി. വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ്. സ്പ്രിംഗ് സീസൺ ആയിരുന്നു അത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ മനോഹരമായ കാഴ്ച ഞാൻ എന്നെ കണ്ടു. ആൻഡ് ഡ്രോ ദ സ്റ്റോറി എനിവേ. ഞാൻ അവിടെ ഇരുന്ന് കൊണ്ട് എഴുതി. അങ്ങനെ ആ ടോയ്ലറ്റ് എന്നുള്ള ആ ഒരു അവളുടെ മാത്രം ടോയ്ലറ്റ് ആയിരുന്നു, അവൾക്ക് ഒരുപാട് ഇരിക്കാൻ കഴിയുന്ന ആ ടോയ്ലറ്റ് അവളിൽ നിന്നും നഷ്ടമായി, കാരണം അത് ലോക്കായി. ഇനി പഴയ പോലെ എന്താണ് എപ്പോഴും പോയി ഇരിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും അവളുടെ ആർട്ടിസ്റ്റിക് എൻഡവർ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനെ അവൾ കാണിക്കാൻ ആ ബെഞ്ച് തിരഞ്ഞെടുത്തു. അതവർ അവസാനിപ്പിച്ചില്ല, കാരണം അവളുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ടായതുകൊണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.